ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. പ്രത്യേകിച്ച് ദൈവദാസനെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എത്രത്തോളം അനുഗ്രഹിച്ചു, അതിന്റെ മറുപടത്തിൽ നമ്മളെ നിറച്ചു. ദൈവത്തിന്റെ ആ വലിയ മഹാസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ വായിച്ച് ശ്രദ്ധിക്കുന്നു. നമ്മുടെ പ്രത്യാശ ഒന്നുകൂടി എന്ത് ചെയ്യും? ഏത് പ്രതിസന്ധികളിലും അനുഭവിക്കുവാനുള്ള വരം, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഷ്ടത സഹിക്കാനുള്ള വരം ദൈവം. മനുഷ്യർ കഷ്ടതയ്ക്കായിട്ട് എന്ത് ചെയ്യുകയാണ്? ജനിച്ചിരിക്കുകയാണ്. യോബ് തന്നെ പറയുന്നത്, മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് തീപ്പൊരി പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് എന്തിരിക്കുന്നു. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ, അതിനെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ ജയമെടുക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തി, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്. നാളെ എന്ത് ഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയോ? നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ നാളെ ഭവിക്കുന്നതിനെ അതിജീവിക്കാൻ നമ്മുടെ ആത്മാവിൽ ഭവിക്കുന്ന കഷ്ടതകളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും നമ്മൾ പ്രാപിക്കുവാനായിട്ട് ഇടയായി. ഇന്നലെ രാത്രിയിൽ ഇവിടെ ചുരുക്കം പേരാണ് ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചു. കൃപയാൻ നമ്മുടെ സഭയിൽ ആരും ഇല്ലായിരുന്നു. ഞാനും ജോളി കുഞ്ഞും ബാക്കി എല്ലാവരും ഇരുന്നിട്ട് സുഹൃത്തെ കുടുംബവും പാകിസ്ഥാൻ ദേവദാസിന്റെ കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് എന്ത് ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. വളരെ ആത്മീയ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. ഇതിനെ ഒന്ന് തൊട്ടുപോയ ആ വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും അദ്ദേഹം ഉണർത്തിച്ചു. അത് കോലസിനെ കുറിച്ചാണ്. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങളാണ്. അല്പസമയ വചനം നിങ്ങളെല്ലാം ഒന്ന് ഉണർത്താൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. 45-ാം അധ്യായം 1 യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് അവന് തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. വെളിപ്പാടാ എന്റെ ദാസനായ അഭിഷക്തനായ വിളിക്കുന്ന ബൈബിളിൽ എന്ന് പറഞ്ഞ അഭിഷക്തൻ എന്ത് ആരെയ ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത്? യേശു കർത്താവിനെയാണ് അഭിഷക്തൻ എന്ന് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമത്തിൽ വേറെ ആരും അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, അഭിസംബോധന ചെയ്യുന്നില്ല. അഭിഷേകം ചെയ്ത അഭിഷക്തനായ യേശു ക്രിസ്തു. അതേ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ അഭിഷക്തനായ ഒന്ന് ചിന്തിച്ചോക്കെ. അപ്പൊ യേശു ക്രിസ്തുവിന് കോശസ് എന്താണ്? ഒരു പ്രതീകമാണ്. ഹല്ലേലൂയ. അവനൊരു ജാതീയനാണ്. പക്ഷെ ദൈവം അവനെ എന്ത് ചെയ്യാണ്? അഭിഷക്തനായിട്ട് അവനെ വിളിക്കുകയാണ്. അവന്റെ കൈക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുക? അവന്റെ വലൻ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അവന്റെ മുമ്പിൽ ഒരു തടസ്സമൊന്നുമില്ല. ഒരു വാതിലും അവന്റെ മുമ്പിൽ എന്തില്ല, അടയില്ല. ഒരു താമരക്കഥവും അവന്റെ മുമ്പിൽ അടയ്ക്കാതിരിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത്രയ്ക്ക് അധികാരമായിട്ട് പേരുണ്ട്. ദൈവം അവന് കൊടുത്തിരിക്കുക. തിരിച്ചറിഞ്ഞു, ദൈവം അവന് കൊടുത്തിരിക്കുക അധികാരം. നമ്മുടെ രീതിയിൽ പറഞ്ഞ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ സ്ഥാനപ്പെട്ടവനും അല്ല, അവൻ അഭിഷേകം പ്രാപിച്ചവനും അല്ല, അവൻ കർത്താവിന്റെ വേലക്കാരനും അല്ല. ഒന്നും അവനില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒന്നും അവനില്ല. പക്ഷേ ആത്മാവിന്റെ ദൈവം അവന്റെ പേര് കൊണ്ടുവരും.
യാക്കോബിന്റെ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നു. ഇസ്രായേലിനും പറയുന്നു ദൈവത്തിന്റെ ദാസൻ. മോശസിനെയും പറയുന്നു ദൈവത്തിന്റെ 44-ന്റെ അവസാന വാക്യം വായിക്കണം. എന്റെ ഇടയൻ അവന്റെ ഇടവൊക്കെ നിവർത്തിക്കും. എന്തോ ചെയ്യും? അവന്റെ ഇടവൊക്കെ നിവർത്തിക്കുമെന്നും. എന്റെ ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അവനെ ഇടയനാക്കി എന്ത് നിർത്തിയിരിക്കും. അവന്റെ ഇടവൊക്കെ നിവർത്തിക്കുമെന്നും എന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും എന്നും യെരൂശലേം പണിയപ്പെടും. യെരൂശലേം പണിയപ്പെടുന്നു. മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായി പറയാം. എന്റെ ഇടയൻ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചു വിളിച്ചത് അവൻ യെരൂശലേമിന് അടിസ്ഥാനം ഇടുന്നു. കേട്ടോ, ചിലതിന് അടിസ്ഥാനം പണിയത്തക്കവൻ എന്റെ ഇടയനായി യേശുവിന്റെ നാമത്തിൽ പണിയും ദൈവം പണിയും അടിസ്ഥാനം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഇഷ്ടമുള്ള മണ്ഡലത്തിലേക്ക് അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കും. കഴിയാത്തതിന് ദൈവം അവനെ കൊണ്ട് ചെയ്തു. രണ്ട് ദിനവൃത്താന്തം എടുക്കാം. രണ്ട് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 22-ാം അധ്യായമാണ് ഒന്നെടുക്കാം. അതിന്റെ 36-ാം അധ്യായത്തിന്റെ 22 ശ്രദ്ധിച്ചോളൂ, വായിക്കണം. എന്നാൽ യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ 36-22 ഞാൻ പറഞ്ഞത്. 36-22 അതല്ലേ ശരിയാ, വായിച്ചത് അതല്ലേ. ഞാൻ ഇവിടെ ചില പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കണമേ, ഇതെല്ലാം ആത്മാവിന്റെ വെളിപ്പാടാകട്ടെ. ആത്മാവിന് ഇതെന്ത് ചെയ്തോണം, പ്രത്യേകിച്ച് ഈ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ അയൽപ്പാടും ദൈവത്തിന്റെ ദൂതുമാണ്. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്തോളം നിങ്ങൾക്കും ഇതെന്താണ്, ഇത് വിടുതലായി ശക്തിയായി മഹത്വമായി മാറും. ഏത് മനുഷ്യനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും, ഏത് മനുഷ്യനെ ദൈവത്തിന് ഉണർത്താൻ. അതുകൊണ്ട് പാർസി രാജാവായ മനസ്സിനെ ഉണർത്തി അവൻ തന്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ പാർസി രാജാവ് കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. ഭൂമിയിലെ സകല
സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. ബാബിലോൺ ഇവിടെ തകർന്നു. ബാബിലോൺ ഒന്നാമത്തെ സാമ്രാജ്യമാണ്. ഒന്നാം സാമ്രാജ്യം ബാബിലോണാ, 2 മേദ്യ ഭാഷ, 3 ഗ്രീസ്, 4 റോമ സാമ്രാജ്യം. അത് ഒന്നാമത്തെ ഏറ്റവും ശക്തിയുള്ള സാമ്രാജ്യം ബാബിലോൺ. പക്ഷേ യവന്റെ കാലത്ത് അത് ഇസ്രായേലിനെ പിടിച്ചോണ്ട് പോയതല്ലേ ഈ ബാബിലോൺ. ഇസ്രായേലിനെ പിടിച്ചോണ്ട് പോയി യെരൂശലേം ദൈവാലയം നശിപ്പിച്ച, അല്ലെങ്കിൽ അടിമകളാക്കി കൊണ്ടുപോയ, പ്രവാസികളാക്കി തീർത്ത ഈ ബാബിലോണിന്റെ സാമ്രാജ്യത്തെ തകർക്കാൻ തക്കവണ്ണം ഒരു അധികാരം കൊലശിന്റെ മേലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം കോലശനെ ഉണർത്തിയത്. കോലശ് പറയുക, ഈ രാജ്യങ്ങളെ മുഴുവനും ദൈവം എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയായ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചു വരിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ അന്നത്തെ പുരോഹിതന്മാരോട് കൽപ്പിക്കാഞ്ഞ്? അവിശ്വസ്തരാ. എന്താ അന്നത്തെ ദാനിയേലിനോട് കൽപ്പിക്കാഞ്ഞ്? എന്താ കൽപ്പിക്കാഞ്ഞ്? എന്താ അന്നത്തെ പ്രവാചകന്മാരോട് കൽപ്പിക്കാഞ്ഞ്? എന്താ അവിടുത്തെ ലേവിയോട് കൽപ്പിക്കാഞ്ഞ്? അല്ല, കോലശിനോട് കൽപ്പിച്ചിരിക്കുന്നു, യെരൂശലേമിലെ യഹൂദന്മാർക്ക് വേണ്ടി ഒരാലയം ഉണർത്തുകയാണ്, അവരുടെ മനസ്സുണർത്തുകയാണ്. ചില ദൈവപ്രവർത്തികൾ, ചില ദൈവത്തിന്റെ ഹിതങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ചിലരുടെ ഹൃദയത്തെ ഉണർത്തും കേട്ടോ. അവരുടെ ജനമായിട്ട് ഉണർത്തും കേട്ടോ. മറന്നുപോകരുത്, ആത്മാവിന്റെ പ്രവർത്തി ചെയ്തെടുക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ ദൈവം ഉണർത്തും. പറയാനായിരുന്നു പറ്റത്തില്ല, ഒരു ശക്തിന്റെ കാര്യം. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. പ്രവാചകൻ മുഖാന്തരം ആചരിച്ചത് 70 ആഴ്ചവട്ടമുണ്ട്. ആ 70 ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ ദൈവാലയം എന്ത് ചെയ്യും? ഇരമ്യാവിന്റെ പുസ്തകം 29 പത്രം എടുത്താൽ 29-ന്റെ 10-ാം വർഷം വായിച്ചു. യഹോവയുടെ അരുളപ്പാട് ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയാണ് കോലശനെ ദൈവം ചെറിയ കാര്യമൊന്നുമല്ല ഇത് കേട്ടോ. അങ്ങനെ വാക്തത്വങ്ങളും പ്രവചനങ്ങളും ഒക്കെ കേട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെ തക്ക സമയത്ത് അതിനെ തക്ക സമയത്ത് അതിനെ നിവർത്തിച്ചു കൊണ്ടുവരിക. അതിന് കോലശനെ ഉണർത്തണമെങ്കിൽ ദൈവത്തിന്റെ ഇടയനായ കോലശ് ഇപ്പൊ ഇസ്രായേലിന്റെ ഇടയനായി മാറിയിരിക്കാൻ പറയും, ആര് ചെയ്യും? ജനം ചെയ്യും. ചിന്തിച്ചോക്കെ, രാജാവ് ഇപ്പൊ കൽപ്പിച്ചിരിക്കുക ദൈവത്തിന്റെ ആളുകളായിട്ടുള്ളൂ എല്ലാം പോകാൻ തയ്യാറായിരിക്കോ? ഞാനത് എന്ത് ചെയ്യും? അവർ പുറപ്പെടട്ടെ. അകത്തുനിന്ന് സകല വൃത്തിയാണ് പുറപ്പെടണം. സകല അനുകൂലങ്ങളും സകല നന്മകളും ഭണ്ഡാരത്തിൽ നിന്ന് തുറന്നു കൊടുക്കുകയാണ്. അവർ പുറപ്പെടട്ടെ, അവർ പണിയട്ടെ. അവൻ ആലയത്തിന്റെ അടിസ്ഥാനമിടാം, അവൻ പണിയോ.
അതുകൊണ്ട് അവൻ പറയാണ്, എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ആരാണ്? ആരാണ്? ജാതീയം പറയുക, അതെ കോളേജ് പറയുക, എന്നെ കൊണ്ടുവന്ന ദൈവമാണ്, എന്നെ ഈ രാജസ്ഥാനെ തിരുത്തിയത് ദൈവമാണ്, എനിക്ക് ഈ രാജ്യങ്ങളെ അവകാശമായി നൽകിയത് ദൈവമാണ്. അവന്റെ വാക്ക് എനിക്ക് അനുസരിച്ചേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അവൻ എന്നെ ഇത്രയും ഉയർത്തി 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 ഒരിക്കൽ നിഗളിച്ചായി ഇല്ലേ? നിഗളിച്ചപ്പോ എന്ത് ചെയ്തു? ഒറ്റ അടി കൊടുത്തു. അവൻ എന്ത് ചെയ്തു? കാളയായിട്ട് അവൻ എന്ത് ചെയ്തു? ദൈവം കൊടുത്ത ഈ മഹത്വമല്ല, ദൈവമാണ് വലിയവനെന്ന് ചിന്തിക്കാതെ അവൻ സ്വയം എടുത്തപ്പോ ഒറ്റ അടി കൊടുത്താണ് പ്രത്യേക ജീവിയായി മാറി. പുല്ല് തിന്നാൻ ആര്യാവേശന്റെ ദൈവം വെറുതെ എത്തിയില്ല. അവിടെ ആനയുടെ ഏപ്പണ്ട് ആടി ഇത് നോക്കി അവർ ഏപ്പാടി കളഞ്ഞു. ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞോണ്ടാ അത് അവർ ഇത്ര കൊണ്ടുവന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആര്യയുടെ പാടി. ദാനിയേൽ അവനെ ശക്തമായിട്ട് പറഞ്ഞു. ആ ദർശനം അവനെ അതിനെ വെളിപ്പെടുത്തി, അത് പ്രവചിച്ച് അവന് വെളിപ്പാട് എഴുത്തിന്റെ രാജ്യത്തെ നിന്ന് എടുത്ത് ഹൃദയം തൂക്കി നോക്കി കുറവുള്ളവനായിക്കോട്ടെ. ഒന്നുകൂടെ വായിച്ചോ. അപ്പോൾ ബെൽശസ്സറിന്റെ കൽപ്പനയാ അവർ ദാനിയേലിനെ ധൂമവസ്ത്രവും അല്ല നേരത്തെ വാക്യം വായിച്ചു. ആദ്യം വായിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മേരെ മേരെ തെക്കേൽ ഊഫർസി. കാര്യത്തിന്റെ അർത്ഥമാവിത്. മേരെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ട്. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. കേട്ടോ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയം മഹത്വം എന്ത് രാജാ എടുത്ത് ഞാനെല്ലാം എല്ലാം ഞാനാ. വേറെ ആരും എനിക്ക് മോളിൽ ഇല്ല. തമ്മിലാ പറയാ, ഇല്ല നീ അല്ല. സ്വർഗത്തിരിച്ച് പോട്ടെ, സ്വർഗത്തിരിച്ച് പോട്ടെ. അവന്റെ മുമ്പിൽ നീ നിഗളിച്ചാൽ, അവന്റെ മുമ്പിൽ നീ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ രാജ്യത്തെ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ കോശത്തിനെ ദൈവം ഉണർത്തിച്ചത്. ആ കോശാണ് ഇവനെന്ത് തകർത്ത് ഇത് നോക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തിയാണോ? ദൈവത്തിന്റെ അസാധ്യമായതിനെ നിവർത്തിക്കാൻ തക്കവണ്ണ യിരെമ്യാവിലൂടെ പറഞ്ഞ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാകും. ഉണർത്തിക്കേണ്ടവനെ ദൈവം ചിലതിനെയൊക്കെ ഉണർത്തുക, ചിലതിനെയൊക്കെ തകർക്കട്ടെ, ചിലതിനെയൊക്കെ തകർക്കട്ടെ. വായിച്ച വാക്യത്തിന്റെ 1 മുതൽ താഴോട്ട്. യഹോവ തന്റെ അംശത്തിനായ കോരസിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി, ജാതികളെ അവൻ കീഴടക്കും. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അരക്കച്ചകൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെയൊക്കെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്, വാതിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലം കൈ ശക്തമായി പറയുന്നു. ഞാൻ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വാതിലുകൾ അടയുകയില്ല. വാതിലുകൾ നിനക്ക് തുറന്നു. അതിനുവേണ്ടി ഞാൻ വലം കൈ താഴോട്ട്.
പെട്ടെന്ന് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ഞാൻ ചെയ്യും. നിനക്ക് മുമ്പായി ചെന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്നു. ഞാൻ നിനക്ക് മുമ്പായി. ഒരു വലിയ വെളിപ്പാടാണ്. ഹല്ലേലൂയ. കുടുംബമായി നമ്മൾ നിങ്ങൾക്ക് മുമ്പായി ദൈവ സാന്നിധ്യം, നിങ്ങൾക്ക് മുമ്പായി ദൈവ സാന്നിധ്യം പുറപ്പെടാം. നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങൾക്ക് മുമ്പായി ദൈവ സാന്നിധ്യം വെളിപ്പെടാം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവ സാന്നിധ്യം എത്തിയിരിക്കാം. മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിലപ്പാക്കും. താമരങ്ങളെ ഖണ്ഡിച്ചു കളയും. തടസ്സങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല. ഓപ്പൺ തടോ പിശാച് കൊണ്ട് നിർത്തിച്ചില്ല. ഇവിടെ വരെ വന്നാൽ മതി. ഞാനിങ്ങനെ ഇരുമ്പ് വാതിലെ കൊണ്ട് അടച്ചിരിക്കുക. മാനസികമായി, ശാരീരികമായി, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ രീതികളിലും അടച്ച് പൂട്ടി വെച്ചേക്കാം. പിശാച് പറയും എന്നെ പുറത്ത് പോകത്തില്ല. പക്ഷെ ദൈവം പറയും എല്ലാം ഞാൻ അതിനെ Praise the Lord, hallelujah. വാതിലുകൾ ഇന്നത്തെ അടുത്തോട്ട് താഴോട്ട്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം തന്നെ അല്ല കോഴസിന്റെ പേര് കൊണ്ട് വിളിച്ചത്. അത്രയും എന്താ ബാബിലോണിലെ ഒരു രാജാക്കന്മാരെയും പേര് ചൊല്ലി വിളിച്ചില്ല. ബാക്കി ജാതികളുടെ രാജാക്കന്മാർ വേറെ ഉണ്ട്. പക്ഷെ ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ യഹോവയാകുന്നു. അടുത്തത് ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിനും ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഈജിപ്തിലെ നിക്ഷേപം, മറവിടത്തിലെ ഈജിപ്തിലെ നിക്ഷേപങ്ങൾ, മറവിടത്തിലെ വിശ്വസിക്കണം. നിക്ഷേപം വേണോ? വേണോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാതെ പറഞ്ഞിരിക്കുന്ന മനസ്സുപോലെ ചിന്തിക്കാത്ത വിഷയങ്ങൾ ഒരിക്കലും ആ നിക്ഷേപം കാണാൻ എത്തിക്കത്തില്ല. കാര്യത്തില്ല. ഈജിപ്തിലിരിക്കുന്നതായതുകൊണ്ട് കാണാൻ പാടാണ്. ഗുപ്തനിധി എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന, രഹസ്യമായി മറച്ചു വെച്ചിരിക്കുന്ന എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്തതാ, നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ മുറുകിയിരിക്കുന്നു. പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ എന്ത്
പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിനക്ക് എന്നെ എന്തില്ലായിരുന്നു? ഞാൻ നിന്നെ ഓമന പേർ അവന്റെ ദൈവത്തോടുള്ള ആ ഒരു അതാ നമ്മൾ വായിച്ച എന്താ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ യഹോവയാണ് യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, എഴുതി മുദ്ര ചെയ്ത് പുറപ്പെടുവിക്കുകയാണ്. യഹോവയാണ് ഈ രാജ്യങ്ങളെ എല്ലാം എനിക്ക് നൽകിയത്, യഹോവയാണ് എല്ലാം എനിക്ക് നൽകിയത്. യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, നീ യെരൂശലേം പണിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പറയുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ എന്തിരിക്കുന്നു, അടുത്തത് ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതൊരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ അരമുറുക്കിയിരിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി മുറിക്കുന്നത് ചില ഒരു പുറപ്പാടില്ല, അത് കൊടുക്കുന്നത് അല്ലല്ല. ഈ ബെൽറ്റാണ് ഉദ്ദേശിക്കുന്നത്. യൂണിഫോം അവസാനം അങ്ങോട്ട് മുറിക്കുന്നത്, അത് പിന്നെ പുറപ്പെടുവാണ്. ഇന്ന് പല ദൈവപ്രവർത്തി ഒരു വ്യക്തിയെ കുറിച്ച് ആളെ കേട്ടോ കേട്ടോ. പുതിയ നിയമത്തിൽ ഹെരോദാവ് എല്ലാരും കൂടെ കൂടി എന്ത് ചെയ്ത് അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ, ദേവന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിന്റെ ശബ്ദം. അവൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ ദൈവത്തില്ല. പക്ഷെ സ്വർഗ്ഗം തന്നെ കേട്ട് ഒരു ഒറ്റയടി കൊടുത്ത് ഒരു ഒറ്റ കൊടുത്ത് ആ കൃപി നിന്ന നീക്കി തന്നെ ഊര് വലിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ, നിന്ന നിപ്പി ക്രമിക്കലയായി ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ദൈവമാണ് അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. അങ്ങാണ് എന്റെ സകലതും, എല്ലാം നൽകിയത്. അങ്ങാണ് എനിക്ക് സകലത്തിന്റെയും അവനെ ആലം മുറുക്കും. അങ്ങനെ ചിന്തിക്കുന്നവനെ ആശം മുറുക്കി ദൈവം പുറപ്പെടും. അസാധ്യങ്ങളെ സാധ്യമാണ്. ദൈവം അവർക്ക് നിയോഗങ്ങളാണ്, ദൈവം അവർക്ക് വെളിപ്പാടുകളാണ്. ദൈവം കൽപ്പിക്കും. ജനത്തോട് പറയും പുറപ്പെട്ടോ, അല്ല ഞാനുണ്ട്, എന്റെ ഭണ്ണാരത്തിൽ എന്തുണ്ട്, ആവശ്യമായത് എല്ലാം ഉണ്ട്, പുറപ്പെട്ടോ. അഭിഷേകമില്ല, അതെല്ലാം ഒരുക്കിയിരിക്കുക, ദൈവതെല്ലാം ഒരുക്കിയിരിക്കുക. ശക്തമായി പറയും, വലിയ ചില നിയോഗങ്ങളും വലിയ ചില പുറപ്പാടുകളും വലിയ ചില അടിസ്ഥാനങ്ങൾ ഇതുവരെ ചെയ്തതിനേക്കാൾ അധികമായി, ഇതുവരെ പ്രവർത്തിച്ചതിനേക്കാൾ അധികമായി
ദൈവത്തെ ആത്മാവ് ചിലത് ചെയ്തെടുക്കും. കോരശിനെ പോലെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഓമന പേരുകളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോരശിനെ പോലെ ഓമന വിളിച്ചിരിക്കുകയാണ്. കോരശിനെ പോലെ ഞാൻ അധികം ഇനി ഓടേണ്ടതുണ്ട്. ഇവിടെ കൊണ്ട് നീ അവസാനിക്കുകയില്ല. ഇവിടെ കൊണ്ട് നീ അവസാനിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവിക നിയോഗങ്ങൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു മണ്ഡലത്തിലേക്ക് കുടുംബത്തെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. തളർന്നു പോകുന്നതാണ്. ദുഃഖിച്ചു അധികം ആത്മശക്തിയായി ദൈവകൃപയായി വ്യാപരിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നത് നമ്മെ സമ്പൂർണമായ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ദൈവത്തോട് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കും. മാറ്റിച്ചാലിപ്പോൾ പ്രാർത്ഥന മനസ്സിലുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിന്റെ പ്രത്യേക സമയത്തെ കർത്താവിനെ ബോധ്യപ്പെടുത്തുന്നു. കർത്താവേ, പ്രിയ ഭവനം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനിച്ച ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസവും സഭയായി കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം ഒരുക്കിയതിനാൽ സ്തോത്രം. പ്രാഗൽഭ്യത്തിനും കർത്താവേ കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലവും സന്തോഷത്തോടെ തിരുവചനം കർത്താവെ ഘോഷിക്കുവാൻ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രമുണ്ട്. കർത്താവടികളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കിരീട കുറവശങ്ങളൊക്കെ അടിയുടെ ക്ഷമിച്ച് ദൈവം അത്ഭുതം ചെയ്യണമേ. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും പാതകളെ വെച്ച് കർത്താവിനെ പിൻപറ്റുവാൻ സ്വർഗത്തിലെ അപ്പത്തിനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഭവനം ആഗ്രഹിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആത്മീയവും ഭൂര്യമായ എല്ലാ നന്മകളെയും ദൈവം ഭദ്രമാക്കി സഹായിക്കണമേ. തലമുറയെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവയുടെ യാത്രകളൊക്കെ ദൈവം സൂക്ഷിക്കണമെന്ന് സ്തോത്രം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭദ്രമായ കർത്താവ് കാത്തുകൊള്ളണം. അതിലധികം കർത്താവെ വിശ്വാസി നിലനിൽപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരു മാനസാന്തരം നൽകണമേ. കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണമേ. പുതിയയുടെ ഹൃദയം തുറന്ന കർത്താവെ ദൈവത്തിന്റെ വചനം അത് കേൾക്കുവാനും കർത്താവെ മാനസാന്തരപ്പെടുവാനും ഭവനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് സഭയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം സൂക്ഷ്മദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവേ നിങ്ങൾ കടന്നു പോകുന്നു. നാളത്തെ ആരാധനയും ദൈവത്തോട് മാനിച്ച് അനുഗ്രഹിക്കണം. ക്ഷേമത്തോടെ കടന്നു വന്ന് ആരാധിക്കാൻ കൃപ ചെയ്യണം. ദൈവം സൂക്ഷിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെ മാനിക്കണം. ദൈവങ്ങളെ ഭദ്രമായി സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയും തന്നെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം. കർത്താവിന്റെ കൃപയും നമ്മെ ആസ്വദിച്ച് നടത്തുന്ന വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നമ്മുടെ പേരിൽ നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദി. ദൈവത്തിന് സംസാരിച്ച ദേവദാസനും രാജേഷ് മാസ്റ്റർക്കും എല്ലാ